നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 22-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തുറന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ ചൂട് അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ വരും വെള്ളിയാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ ഏപ്രിൽ 24 വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും അതോടൊപ്പം തന്നെ കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാമെന്നുമാണ് മുന്നറിയിപ്പ്. സാധാരണ താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണിത്. ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനും അസ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ആരംഭിക്കാനിരുന്ന അവധിക്കാല പഠന പിന്തുണ ക്ലാസുകളുടെയൊക്കെ തന്നെ സമയക്രമത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര മാറ്റം വരുത്തിയിരിക്കുകയാണ്. പുതുക്കിയ നിർദ്ദേശപ്രകാരം രാവിലെ 7:30 ആരംഭിച്ച് 10:30 അവസാനിക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ദിനംപ്രതി ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് 10:30 ശേഷം ക്ലാസുകൾ നടത്താനായിട്ട് പാടില്ല എന്ന ബാലാവകാശ കമ്മീഷന്റെ കർശനമായിട്ടുള്ള ഉത്തരവിനെ തുടർന്നാണ് ഈ പുതിയ തീരുമാനം. നേരത്തെ രാവിലെ 9:30 മുതൽ 1:30 വരെയായിരുന്നു ക്ലാസുകൾ നിശ്ചയിച്ചിരുന്നതെങ്കിലും പെട്ടെന്നുണ്ടായ ഈ ഒരു സമയമാറ്റം അധ്യാപകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട്. ക്ലാസുകൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സമയമാറ്റം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് അധ്യാപകർക്ക് ലഭിച്ചത് തന്നെ. എന്നിരുന്നാലും PTA പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടും അതോടൊപ്പം തന്നെ പിന്തുണയോടും കൂടിയാണ് സംസ്ഥാനത്തുടനീളം ഈ പ്രത്യേക പഠന ക്ലാസുകളൊക്കെ തന്നെ ഇപ്പോൾ സംഘടിപ്പിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ദേശീയ പാതകളിലൂടെ അമിത ഭാരം കയറ്റി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഇപ്പോൾ അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ 15 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ പ്രകാരം നിശ്ചിത പരിധിയിൽ കൂടുതൽ ഭാരം വഹിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഉയർന്ന തുക പിഴയായിട്ട് ഈടാക്കി തുടങ്ങിയിരിക്കുകയാണ്. അനുവദനീയമായിട്ടുള്ള ഭാരത്തേക്കാൾ 10 മുതൽ 40% വരെ അധിക ഭാരം കയറ്റുന്ന വാഹനങ്ങൾ നിലവിലെ ടോൾ നിരക്കിൻ്റെ ഇരട്ടി തുക പിഴയായിട്ട് നൽകേണ്ടതുണ്ട്. എന്നാൽ അധിക ഭാരം 40% മുകളിലാണെങ്കിൽ ടോൾ നിരക്കിൻ്റെ 4 ഇരട്ടി തുക വരെ നിങ്ങൾക്ക് പിഴയായിട്ട് നൽകേണ്ടി വരുമെന്നും നിയമം വ്യക്തമാക്കുന്നു. ഇതിന് പുറമെ ഫാസ്ടാഗ് സംവിധാനത്തിലെ സുതാര്യതയും കൃത്യതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ടാഗിലെ വിവരങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം ഫാസ്ടാഗുകൾ മുൻകൂർ മുന്നറിയിപ്പില്ലാതെ ഉടനടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിയമലംഘനങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനും പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് കൊണ്ടുവന്ന ഈ നിബന്ധനകൾ എല്ലാ വാഹന ഉടമകളും കൃത്യമായിട്ട് പാലിക്കണമെന്ന് അധികൃതർ ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC സ്ത്രീകളെ സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തരാക്കുന്നതിനായിട്ട് അവതരിപ്പിച്ച സവിശേഷമായ ഒരു പദ്ധതിയാണ് ഭീമാ സഖി. 1 രൂപ പോലും മുടക്കമില്ലാതെ സ്ത്രീകൾക്ക് LIC ഏജൻറ്റുമാരാകാനായിട്ട് ആവശ്യമായ വിദഗ്ധ പരിശീലനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 3 വർഷത്തെ പരിശീലന കാലയളവിൽ സ്ത്രീകൾക്ക് മികച്ച സ്റ്റൈഫൻഡ് നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ആദ്യ വർഷം പ്രതിമാസം 7,000 രൂപയും 2-ാം വർഷം 6,000 രൂപയും 3-ാം വർഷം 5,000 രൂപയുമാണ് സ്റ്റൈഫൻഡായിട്ട് ലഭിക്കുന്നത്. ഇതിന് പുറമെ പരിശീലന സമയത്ത് ലഭിക്കുന്ന പോളിസികൾക്ക് ആകർഷകമായിട്ടുള്ള കമ്മീഷന് ലഭ്യമാണ്. 10ാം ക്ലാസ് പാസ്സായ 18-നും 70-നും ഇടയിൽ പ്രായമുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ LICയിലെ നിലവിലെ ജീവനക്കാർ, ഏജന്റുമാർ അല്ലെങ്കിൽ വിരമിച്ച ജീവനക്കാർ എന്നിവരുടെയൊക്കെ തന്നെ അടുത്ത ബന്ധുക്കൾക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. താല്പര്യമുള്ളവർ പ്രായം, വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകളും അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നിങ്ങളുടെ അടുത്തുള്ള LIC ബ്രാഞ്ച് വഴിയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സ്വന്തമായി ഒരു വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് മുന്നിലുള്ള ഒരു സുവർണ അവസരമാണിത്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കാനായിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവുകളൊക്കെ തന്നെ സർക്കാർ നേരത്തെ മുൻകൂറായിട്ട് പുറപ്പെടുവിച്ചിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെയൊക്കെ തന്നെ കുടിശ്ശിക പെൻഷൻ, യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പുകൾ എന്നിവയെല്ലാം തന്നെ വിഷുവിന് മുൻപായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കി. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ഏപ്രിൽ മാസത്തിലെ വിഹിതമായിട്ടുള്ള 1000 രൂപ ഇതുവരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിയിട്ടില്ല. ഏപ്രിൽ മാസത്തിൽ എത്ര പേർക്ക് തുക നൽകണം, ഇതിനായിട്ട് എത്ര തുക അനുവദിക്കണം എന്നത് സംബന്ധിച്ച കൃത്യമായ ഉത്തരവ് ധനവകുപ്പിൽ നിന്നും വരാത്തതാണ് ഈ വൈകലിന് കാരണം. എന്തു തന്നെയായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെയൊക്കെ തന്നെ ഉത്തരവ് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. അതേസമയം മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 25-ന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. അതായത് അടുത്ത ഗഡുവിനായിട്ട് ഗുണഭോക്താക്കൾ ഏകദേശം ഇനി 1 മാസത്തോളം കാത്തിരിക്കേണ്ടി വരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം ഏപ്രിൽ, മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഒരുമിച്ച് നടന്നു വരികയാണ്. ഏപ്രിൽ 4 മുതൽ ആരംഭിച്ച ഈ വിതരണത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെയും റേഷൻ വിഹിതം ഒരേ സമയം കൈപ്പറ്റാവുന്നതാണ്. എന്നാൽ 2 മാസത്തെ റേഷനും ഒരുമിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ഈ മാസം 30-ാം തീയതിയോടെ അവസാനിക്കും. അതിനാൽ ഏപ്രിലെയും മെയ് മാസത്തിലെയും റേഷൻ ഒരുമിച്ച് വാങ്ങാൻ ഇരിക്കുന്നവർ ഏപ്രിൽ 30-ന് മുൻപായിട്ട് തന്നെ അത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഏപ്രിൽ 30 കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ വിഹിതം ലഭിക്കില്ലെങ്കിലും മെയ് മാസത്തെ റേഷൻ വിഹിതം അത് മെയ് 30 വരെ തുടർന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കൂടാതെ ഏപ്രിൽ മാസത്തിൽ തന്നെ മെയ് മാസത്തെ റേഷൻ വിഹിതം കൂടി വാങ്ങിയവർക്ക് പിന്നീട് മെയ് മാസത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,13,800-ന് മുകളിൽ തുടരുകയാണ്. ചൊവ്വാഴ്ച 21-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 14,235 രൂപയും പവന് 1,13,880 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.